മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാക്കിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം തേടി കെ സുധാകരൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. കേസിൽ നാളെ ക്രൈംബ്രാഞ്ച് കളമശ്ശേരിയിൽ ഓഫീസിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശം നൽകിയ സാഹചര്യത്തിലാണ് നീക്കം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഇന്ന് കെ സുധാകരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാളെ ക്രൈംബ്രാഞ്ച് കളമശ്ശേരിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കം സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കാൻ അദ്ദേഹം ഇന്നൊരു വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അൻസില, പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി ചേർത്ത ക്രൈംബ്രാഞ്ച് നടപടിയിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം നടത്തുന്നത്. അദ്ദേഹം ഇത് സംബന്ധിച്ച നിയമവൃത്തങ്ങളുമായി വിദഗ്ധരുമായി ഒക്കെ തന്നെ അദ്ദേഹം കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. കേസിൽ നാളെ ക്രൈംബ്രാഞ്ചിൻ്റെ കളമശ്ശേരിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ രണ്ടാം പ്രതിയായിട്ടാണ് സുധാകരൻ്റെ പേര് ചേർത്തിരിക്കുന്നത്. ഈ പ്രതിപട്ടികയും മറ്റ് FIR അടക്കമുള്ള കാര്യങ്ങളും തനിക്ക് നൽകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. FIRന്റെ പകർപ്പ് അന്വേഷണ സംഘത്തോട് സുധാകരൻ ആവശ്യപ്പെടും. അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നാണ് സുധാകരൻ നേരത്തെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. പരാതിക്കാർ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ആദ്യം നൽകിയ പരാതിയിൽ സുധാകരന്റെ പേരുണ്ടായിരുന്നില്ല. പിന്നീട് ഇദ്ദേഹത്തിന്റെ പേര് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് വിശദീകരിക്കുന്നതിനും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനും അതുപോലെ തന്നെ KPCCയിലുള്ള ഗ്രൂപ്പ് വഴക്ക് സംബന്ധിച്ച കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നതിന് ഇന്ന് ആലുവയിൽ അദ്ദേഹം 11 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തമായ നടപടിക്രമങ്ങൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്ന കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയുക. എന്തായാലും നിലവിൽ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. അൻസില, ശരി, വ്യക്തമാണ് അശ്വതി. മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാക്കിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നേടി കെ സുധാകരൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. കേസിൽ നാളെ ക്രൈംബ്രാഞ്ച് കളമശ്ശേരിയിൽ ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നീക്കവുമായി കെ സുധാകരൻ മുൻപോട്ട് വരുന്നത്.